നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിശാഖ നക്ഷത്രത്തിന് ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാക്കൂറിലാണ്. ശേഷം 15 നാഴിക വൃശ്ചികക്കൂറിലുമാണ്. അപ്പോൾ തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യാഴപ്പഴമുണ്ട്. എങ്കിലും 5ാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. ചന്ദ്രലഗ്നാധിപതി ലഗ്നകേന്ദ്രത്തിലുണ്ട്. രക്ഷാസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ഇഷ്ടസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. എങ്കിൽ പോലും കുറച്ച് ബാധകാധിപത്യം വഹിച്ച് സഹായസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ളവരുടെ ചില പെരുമാറ്റങ്ങളൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ അനുകൂലമായ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും ഒരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പവറിന് കുറവ് സംഭവിക്കുക തൊഴിൽ മേഖലയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ യോഗമുണ്ട്. ചില പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനും സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനും സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൂടാതെ 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരിക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് 12ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത്. അതുപോലെ തന്നെ ശത്രുദോഷത്തിൻ്റേതായ കുറച്ച് ദുരിതം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ നമ്മളോട് മാനസികമായിട്ട് അകന്ന് പിന്നെ ഒരു അകൽച്ച ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വിട്ടുപോകാൻ ഇടവരികയും ചെയ്യുകയും, അല്ലെങ്കിൽ ഇതുവരെ നമ്മളെ സഹായിച്ചിരുന്ന വ്യക്തികൾ, പരസ്പരം സഹായിച്ചിരുന്ന വ്യക്തികൾ ഇപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ അകന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് മാനസികമായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികളോടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൂടാതെ അലസത കൂടാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ശുഭപ്രതീക്ഷയില്ലാത്തൊരവസ്ഥ, നിരാശ പോലുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്നൊരു സ്വഭാവം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാനും നിരാശ മാറ്റി കോൺഫിഡൻസോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ പിന്നെ ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രം ചെയ്യുക, നാഗപൂജ ചെയ്യുക. അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാൽ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട്. എന്നാലും കുറച്ച് സാമ്പത്തിക ഞെരുക്കമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും കർമാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നവരും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിട്ടുള്ള സാമ്പത്തിക നേട്ടം അനുഭവിക്കാനായിട്ട് സാധിക്കും. ലഗ്നാധിപതിക്ക് നീചാവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഫലിക്കാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനും യോഗമുള്ള ഒരു മാസമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.